നമസ്കാരം, നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടകത്തിലെ മരുന്നു സേവകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നു കഞ്ഞിയാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. പണ്ട് തൊട്ടേ തൊടിയിൽ നിന്നും പച്ചമരുന്നുകൾ പറിച്ചെടുത്ത് ഞവരയരി ചേർത്ത് ഔഷധക്കഞ്ഞി ഉണ്ടാക്കിയിരുന്നു. ഇത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും കൂടാതെ നടുവേദന, കൈകാൽ കഴപ്പ്, വീഴ്ചയിലെ ക്ഷതം, ശരീരത്തിലെ ചതവുകൾ എന്നിവയ്ക്കും വളരെ ഉത്തമമാണ്. നമ്മളിവിടെ കണ്ടംകുളത്തിയുടെ കർക്കിടക ഔഷധക്കഞ്ഞിക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ കഞ്ഞി തയ്യാറാക്കിയിരിക്കുന്നത്. കൂടാതെ തൊടിയിൽ നിന്നും പറിച്ച 12 കൂട്ടം പച്ചമരുന്നുകളും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പതിവ് പോലെ തന്നെ അമ്മയാണ് ഈ കഞ്ഞി തയ്യാറാക്കുന്നത്. ഈ ഔഷധക്കൂട്ട് ഒരാൾക്ക് 7 ദിവസം കഴിക്കാനുള്ളതാണ്. അതിൽ നിന്നും നേർ പകുതി എടുത്താണ് നമ്മൾ കഞ്ഞി തയ്യാറാക്കുന്നത്. ഔഷധക്കഞ്ഞിക്കിറ്റിൽ നിന്നും 200 ഗ്രാം ഞവരയരിയും ആശാളിയും ഉലുവയും ചേർന്നത് 20 ഗ്രാമും എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിലേക്ക് 100 ഗ്രാം ഉണക്കലരി നമ്മൾ പ്രത്യേകം ചേർത്തിട്ടുണ്ട്. ഇത് മൂന്നും നന്നായി കഴുകിയ ശേഷം 2 മണിക്കൂറോളം കുതിർത്തതാണ്. ഇനി ഇവിടെ പറമ്പിൽ നിന്നും പറിച്ചെടുത്ത പച്ചമരുന്നുകൾ ഏതൊക്കെയെന്ന് പരിചയപ്പെടാം. മുക്കുറ്റി, നിലപ്പന, പൂവാങ്കുരുന്നില തുടങ്ങി 12 കൂട്ടം പച്ചമരുന്നുകളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വീടിന് ചുറ്റുപാടും കിട്ടുന്ന പച്ചമരുന്നുകൾ ഇതിനുപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ എടുത്തിരിക്കുന്ന പച്ചമരുന്നുകളുടെ പേരും ഔഷധ ഗുണങ്ങളും എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. പച്ചമരുന്നുകളെല്ലാം വേരോട് കൂടിയാണ് പറിച്ചെടുക്കേണ്ടത്. ഇത് നമ്മൾ സമൂലം ഇടിച്ച് പിഴിഞ്ഞാണ് നീരെടുക്കുന്നത്. ഇതിൽ കൊടിത്തൂവയുടെ ഇല ചൊറിയുന്നത് കൊണ്ട് വേര് മാത്രം എടുത്താൽ മതി. ഇനി ഈ പച്ചമരുന്നുകളെല്ലാം നന്നായി കഴുകി ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കാം. പച്ചമരുന്നുകളെല്ലാം ഓരോ കട വീതമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു നേരം 4 പേർക്ക് കഴിക്കാവുന്ന കഞ്ഞിയുടെ അളവുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പച്ചമരുന്നുകളെല്ലാം നന്നായി ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി പിഴിഞ്ഞ് ഇതിൻ്റെ നീര് അരിച്ചെടുക്കാം. ഈ ഔഷധ കഞ്ഞിക്കിറ്റിൽ 30 ഗ്രാമിൻ്റെ ഒരു പച്ചമരുന്ന് ചൂർണം പാക്കറ്റ് ഉണ്ട്. അതിൽ നമുക്ക് 15 ഗ്രാമാണ് ഈ കഞ്ഞിയിലേക്ക് ആവശ്യം വരിക. രാമച്ചം, ശതാവരി, ഓരില, മൂവില തുടങ്ങി 21 ഇനം പച്ചമരുന്നുകളാണ് ഈ പൊടി പാക്കറ്റിലുള്ളത്. ഇനി ഒരു പാത്രത്തിലേക്ക് 3.5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമരുന്ന് ചൂർണം ഇട്ട ശേഷം 5 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റ് നന്നായി തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിൻ്റെ തെളി ഊറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് പച്ചമരുന്ന് ചൂർണം തിളപ്പിച്ചെടുത്ത വെള്ളം തെളി ഊറ്റി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പച്ചമരുന്ന് നീരും ചേർത്ത് കൊടുക്കാം. അത് ഏകദേശം 1 കപ്പോളം ഉണ്ടാകും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഇനി ഞവരേരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഉണക്കലരിയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉലുവയും ആശാളിയും കുതിർത്ത് വച്ചിരിക്കുന്ന വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി തിളച്ച ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. ആയുർവേദ വിധിപ്രകാരം ഈ കഞ്ഞിയിൽ ഉപ്പ് ഉപയോഗിക്കില്ല. ഇനി രുചിക്ക് വേണമെങ്കിൽ ഇന്ദുപ്പോ അല്ലെങ്കിൽ കല്ലുപ്പോ ഉപയോഗിക്കാം. ഇവിടെ ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഉലുവയും ആശാളിയും അരിയും എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഈ ഔഷധക്കിറ്റിനോടൊപ്പം 30 ഗ്രാമിൻ്റെ ഒരു പൊടിമരുന്ന് പാക്കറ്റും കൂടിയുണ്ട്. ഇതിൽ നിന്നും പകുതി, അതായത് 15 ഗ്രാം നമുക്ക് ഈ കഞ്ഞിയിലേക്ക് ചേർക്കണം. ജീരകം, ജാതിക്ക, വിഴാലരി, കക്കങ്കായ തുടങ്ങി 13 ഇനം പൊടിമരുന്നുകളാണ് ഈ മരുന്ന് പൊടിയിലുള്ളത്. ഇനി ഈ മരുന്നുപൊടി 1 കപ്പ് തേങ്ങാപ്പാലിൽ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഈ കഞ്ഞി തുടർച്ചയായി 7 ദിവസം കഴിക്കേണ്ടതാണ്. കുറഞ്ഞത് 3 ദിവസമെങ്കിലും കഴിക്കണം. അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോൾ നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല. എരിവും പുളിയും കുറച്ച് കഴിക്കുക. പിന്നെ ഈ കഞ്ഞി ചെറു ചൂടോടെ അത്താഴത്തിന് പകരമായി കഴിക്കുന്നതാണ് നല്ലത്. തേങ്ങാപ്പാൽ ചേർത്ത ശേഷം ചെറുതായി തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവന്നുള്ളി നെയ്യിൽ താളിച്ച് ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കർക്കിടക മരുന്ന് കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട്. രോഗം ശമിപ്പിച്ച് ആരോഗ്യമുണ്ടാക്കുക എന്നതിലുപരി ആരോഗ്യം സംരക്ഷിച്ച് രോഗം ഒഴിവാക്കുക എന്നതാണ് ആയുർവേദത്തിൻ്റെ ഉദ്ദേശം. കർക്കിടക മാസത്തിലെ ദേഹരക്ഷ ശരീരത്തിൽ കൂടുതൽ ഫലം ചെയ്യുമെന്ന് ആയുർവേദ ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ ഈ കഞ്ഞി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും മറക്കാതെ പ്രസ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.